സാറേ, ബോളിവുഡിലെ പ്രമുഖ നടിയായ കത്രീന കൈഫ് കുംഭമേളയിൽ സ്നാനം ചെയ്തു. അതോടൊപ്പം തന്നെ പല മതത്തിൽപ്പെട്ടവർ ആ പുണ്യ സ്ഥലത്ത് സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. അതൊരു മതപരിവർത്തന കേന്ദ്രമായി മാറുന്നു. അത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആപ്പിളിൻ്റെ സിഇഒയുടെ ഭാര്യ അവിടെ വന്ന് ഈ ഹിന്ദു മതത്തിലേക്ക് എത്തിയിരുന്നല്ലോ. അത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കുംഭമേളയെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്? കത്രീന കൈഫിൻ്റെ ഫാമിലി, ഒരാൾ ക്രിസ്ത്യാനി മാതാപിതാക്കൾ, ഒരാൾ ക്രിസ്ത്യാനി, ഒരാൾ മുസ്ലിം. അവരുടെ ഹസ്ബൻഡ് ഹിന്ദു. സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി പൂജിക്കുക, ആരാധിക്കുകയൊക്കെ ചെയ്യാം. അവരിവിടെ വന്ന് ചെയ്തെന്താണ്? സന്യാസിമാരെ കാണുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ടാണ് അവർ പറയുന്നത്. അത് അവരുടെ ആത്മീയാന്വേഷണമാണ്, അവരുടെ ആത്മജ്ഞാനത്തിൻ്റെ ആത്മബോധത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരാളിനും അത് ചോദിക്കാൻ കഴിയില്ല. അതുപോലെ ആപ്പിളിൻ്റെ സിഇഒയുടെ ഭാര്യ, അദാനി, അംബാനി, അവരുടെ കുടുംബം, ബോളിവുഡ്, ഹോളിവുഡ്, ക്രിക്കറ്റ് താരങ്ങൾ, ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങൾ മിക്കവാറും എല്ലാവരും അവിടെ വന്നു. സിനിമാ താരങ്ങൾ എല്ലാവരും അവിടെ പോയി. മഹാരഥന്മാരെന്ന് നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന വലിയ സെലിബ്രിറ്റികൾ വലിയ തോതിൽ അവിടോട്ട് പോയി. പിന്നെ ഈ മതപരിവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുന്നവരോട് എന്ത് പറയാനാണ്? ലോകത്തിലെ ഏത് മതത്തിൽപ്പെട്ടവർ ഇങ്ങോട്ട് വന്നപ്പോഴും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് കൊടുത്തവരാണ് ആര്? ഈ കുംഭമേള നടത്തുന്ന പ്രധാന മതത്തിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദുമതം. ഇവിടെ കേരളത്തിലൊരു പള്ളി പണിതിട്ടുണ്ടായിരുന്നു, ചേരമൻ പള്ളി, കൊടുങ്ങല്ലൂരിൽ. കുറച്ച് അറബികൾ മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അറബികൾക്ക് പള്ളി പണിയാൻ ആദ്യം അമ്പലം പണി, ദേവീക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന തടിയും കട്ടളയും എടുത്ത് കൊടുത്താണ് ആ പള്ളി പണിതത്. എന്നിട്ട് പള്ളി കഴിഞ്ഞതിന് ശേഷം ഇവിടെ അവർ വന്ന് പള്ളി പണിതിട്ട് അവർ വന്ന് രാജാവിനോട് പറഞ്ഞു, കൊടുങ്ങല്ലൂർ രാജാവിനോട് പറയുകയാണ്, എനിക്ക് ഞങ്ങൾ ഇനി തിരിച്ചു പോകാതിരിക്കണമെങ്കിൽ, പള്ളിയൊക്കെ പണിതു, പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചു പോകാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കുടുംബം വേണം. അവിടെ നിന്ന് അറബി സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കല്യാണം കിട്ടുമോ? അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഇവിടുത്തെ മുസ്ലിം ഹിന്ദുക്കളായിട്ടുള്ള നായർ, നമ്പൂതിരി സ്ത്രീകളെ, അതുപോലുള്ള സ്ത്രീകളെ, പല സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെയൊക്കെ യോഗം വിളിച്ച് കുറേ സ്ത്രീകളെ അങ്ങോട്ട് കൊടുത്തു. ആർക്ക്? മുസ്ലിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ. ആ രാജ്യത്തെ നോക്കിയിട്ടാണ് ഈ കുറേ ആളുകൾ വന്നിരുന്ന് ഇക്കിളി വർത്തമാനം പറയുന്നത്. ലോകത്തെ ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? ഹിന്ദുക്കൾക്ക് മാത്രമേ പോകാവൂ? അല്ല, ഹിന്ദുക്കൾ മാത്രമേ പോകാവൂ എന്നുള്ളതല്ല. എൻ്റെ തമാശ ഞാൻ പറഞ്ഞുതരാം. ലോകത്ത് ഒരു രാജ്യത്തും പോയി ഒരു മതപ്രചരണം നടത്താത്ത വിഭാഗക്കാണ് ആര്? ഹിന്ദുമതം. ഭാരതത്തിൽ നടത്തുന്നില്ലെന്നല്ലോ. ഇവിടെ അമ്പലത്തിൽ പോകണം വല്ല നിർബന്ധമുണ്ടോ? ശ്രീജിത്ത് ഹിന്ദു അല്ലേ ബൈ ബർത്ത്? അമ്പലത്തിൽ പോകണമെന്ന് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? സ്കൂളിൽ ചേർക്കണമെങ്കിൽ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെ ഭക്ഷണം തരണമെങ്കിൽ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അമ്പലത്തിൽ പോകണമെന്നൊരു നിർബന്ധമില്ല. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം. സ്വാതന്ത്ര്യമാണ് ഹിന്ദു സംവിധാനം, ഹിന്ദുമതം. അപ്പോൾ അവിടെ പോകുന്നവരെല്ലാം മതപരിവർത്തനമെന്ന് പറഞ്ഞാൽ അവരിഷ്ടം കൊണ്ട് പോകുന്നേ. ലോകത്തിലെ എത്ര രാജ്യങ്ങളിൽ ആളുകൾ, ഈ ഇസ്കോൺ, കൃഷ്ണപ്രസ്ഥാനം, ഭക്തിപ്രസ്ഥാനം, ലോകത്ത് എത്ര രാജ്യങ്ങളിലുണ്ട്? മാതാമൃതാനന്ദമയ അമ്മ, അവർക്ക് എത്ര രാജ്യങ്ങളിൽ മഠങ്ങളുണ്ട്? എത്ര ജർമ്മൻകാരും വിദേശികളുമാണ് അവിടെ വരുന്നത്? അവരെല്ലാം ഹിന്ദുക്കളാണോ? ഇത് ആത്മീയാന്വേഷണമാണ്. ആത്മീയാന്വേഷണത്തിന് രാജ്യത്തിൻ്റെ ബൗണ്ടറി ഉണ്ടോ? ആത്മീയാന്വേഷണത്തിന് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നൊക്കെ വല്ലതും ഉണ്ടോ? അത് ഓരോ മനുഷ്യൻ്റെ അവൻ്റെ ആത്മബോധത്തിലും സ്വത്വബോധത്തിലും അവൻ്റെ അഹംബോധത്തിൽ നിന്ന് വരുന്നതാണ്. അത് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. ഈ 66 കോടി ആളുകൾ, ഇപ്പോൾ ശബരിമല, ഞാൻ കുംഭമേളയിലേക്ക് വരാം. ശബരിമല എല്ലാ മതക്കാരും പോകുന്നതല്ലേ? അവിടെ വല്ല തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. നാനാജാതി മതസ്ഥർ അവിടെ പോകുന്നില്ലേ? നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ പോയില്ലേ? ചാണ്ടിയമ്മൻ പോയില്ലേ? ഇന്നലെ ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ നമ്മുടെ ആന്റണി, ആന്റണിയുടെ മകൻ ചെന്നിരിക്കുന്നുണ്ട്, അനിൽ ആന്റണി ചെന്നിരിക്കുന്നുണ്ട്. രുദ്രാക്ഷം പോലെ മാലയൊക്കെ ഇട്ട്, ചന്ദനക്കുറിയും ഭസ്മമൊക്കെ ഇട്ട്, കാവി ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന, കാവി ഷാളൊക്കെ ധരിച്ച് നിൽക്കുന്നുണ്ട്. ഒരു തടസ്സമില്ല. തീർച്ചയായും. അപ്പം കുംഭമേളയിൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മറ്റ് മതവിശ്വാസികളായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. പിന്നെ അവിടെ കച്ചവടം നടത്തിയവർ, അവർ ഹോട്ടൽ നടത്തിയവർ, എല്ലാ മതക്കാരുള്ള സ്ഥലമല്ലേ അവിടെ? ക്രിസ്ത്യൻ മതവും മുസ്ലിം മതവും അവരെല്ലാം അവിടെ ബൈക്കിൽ കൊണ്ടുവിടുന്നവർ, കാറിൽ കൊണ്ടുവിടുന്നവർ. വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഇടം കൂടെ ആയിട്ടല്ലേ ഒരു ഉത്സവം നടക്കുന്നത്, ഒരു മേള നടക്കുന്നത്. അവിടെ ക്ഷേത്രമൊന്നുമില്ലല്ലോ, കയറാനും കയറിക്കൂടാത്ത അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് വലിയ ഒരു മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഭാഗമാണോ ഇത്? ചുമ്മാ അതാ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നു ഇരുന്നെങ്കിൽ, യുപിയിൽ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഈ വിമർശനം കുറയുമായിരുന്നു. അല്ലെ വേറെ പാർട്ടി ആയിരുന്നെങ്കിൽ വിമർശനം, അല്ലെങ്കിൽ അവിടുത്തെ അഖിലേഷ് യാദവ് ആരെങ്കിലും ആണ് യുപി ഭരിച്ചത്, അപ്പോഴും ഉണ്ടല്ലോ കുറയുമായിരുന്നു. ഇതിപ്പോൾ യോഗിയായിപ്പോയി നരേന്ദ്രമോദി. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, പക്ഷെ നമ്മൾ ഇവിടുത്തെ ആളുകൾ എതിർക്കുന്നത് ഇതും കൂടി വെച്ചിട്ടാണ്.
ഹിന്ദുത്വം. എന്ത് ഹിന്ദുത്വം? 144 വർഷം. കത്രീന കൈഫിന് ഹിന്ദുമതം സ്വീകരിച്ചാൽ ആർക്കാണ് പ്രശ്നം? എന്താ പ്രശ്നം? മാത്രമല്ല ഇപ്പൊ ഈ 144 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നതുണ്ട് 2025, 2050 അത് വരുള്ളൂ എന്ന് വിചാരിക്കുക. 144 എണ്ണി എടുക്കുമ്പോൾ 2050 വരുള്ളൂ എന്ന് വിചാരിക്കുക. എന്ത് കാര്യം? ഇനി അടുത്ത 144 എപ്പോഴാണ് വരുന്നത്? ഇത് 144 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇത് വരത്തുള്ളൂ. അതിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുത്താൻ പറ്റുമോ? അല്ല, ഇതിപ്പോൾ ഒരു BJP ആണ്, അല്ലെങ്കിൽ സംഘമാണ്, ഹിന്ദുമതമാണ്, കുറച്ച് ആളുകളെ ഇതിനോട് ചേർക്കാൻ വേണ്ടി 144 15 വർഷത്തിൽ നടത്താൻ പറ്റുമോ? ഇത് 12 വർഷത്തിലൊരിക്കൽ ഓരോ സെലക്ട് ചെയ്ത സ്ഥലത്ത്, ഇത് ആത്മീയ പ്രവർത്തനമാണ്. 12 വർഷത്തിലൊരിക്കൽ പ്രയാഗ്രാജിലും പിന്നെ നാസിക്കിലും ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ നടക്കും. ഓരോ 12 വർഷം കൂടുമ്പോൾ, 24 വർഷം കൂടുമ്പോൾ. ഇതിന് കണക്കുണ്ടെന്നേ. അങ്ങനെ 144 എത്തണം. അല്ലാതെ BJP ഭരിക്കുന്നത് കൊണ്ട്, യോഗി ഭരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ 144 വർഷമൊന്നും ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇത് ചെയ്യുന്നത്. ഇത് പൊട്ടന്മാരാണ് നമ്മൾ. നമുക്ക് രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടുണ്ട്, നമുക്ക് മതതിമിരം ബാധിച്ചിട്ടുണ്ട്, നമുക്ക് ജാതിയുടെ തിമിരം ബാധിച്ചവരാണ് നമ്മൾ ഈ വർത്തമാനം പറയുന്നവർ. ഇതിനെ എതിർക്കുന്നവരെ മണ്ടയിൽ ജാതിയുടെ തിമിരമാണ്. എന്നോട് ചോദിച്ചാൽ നമ്മൾ പല ആളുകളെ നോക്കൂ, ജാതി തിമിരമാണ് തലയ്ക്ക്. ഇന്നിപ്പോൾ ഒരുത്തൻ വന്നിട്ടുണ്ട്, വേറെ ഒരുത്തൻ. ശരിക്ക് വാൽമീകിയും രാമായണം എഴുതിയ വേദവ്യാസനും താഴ്ന്ന സമുദായത്തിൽപ്പെട്ട, അന്നത്തെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ഒരു വാദം ചരിത്രത്തിലൂടെ ഇങ്ങനെ കിടപ്പുണ്ട് അവർ. അപ്പോൾ സാധാരണ പിന്നോക്ക സമുദായത്തിൽ ഉള്ളവർ ഇപ്പോഴായാലും എപ്പോഴായാലും എന്ത് ചെയ്യണം? അതിൽ അഭിമാനിക്കണം. ഇപ്പോൾ അംബേദ്കർ ഭരണഘടന എഴുതിയെന്ന് പറയുമ്പോൾ പിന്നോക്ക സമുദായത്തിലുള്ളവർ എന്ത് ചെയ്യണം? അതിൽ അഭിമാനിക്കണം. നമ്മളൊരാളാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയത്, ഇവിടുത്തെ ബ്രാഹ്മണനും നമ്പൂതിരിയും എല്ലാം വായിക്കുന്ന ഇന്ത്യൻ ഭരണഘടന എഴുതിയത് നമ്മളുടെ ഒരാളാണെന്ന് അഭിമാനിക്കാനല്ലേ വേണ്ട. നമ്മുടെ അയ്യങ്കാളിയാണ് ഇത് ചെയ്തത്, നമ്മൾ അഭിമാനിക്കണം. ഇന്നൊരു ശ്യാംകുമാർ എന്ന് പറഞ്ഞ ഡോക്ടർ ശ്യാംകുമാർ ഒരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. വേദവ്യാസനും വാൽമീകിയും പിന്നോക്ക സമുദായക്കാരല്ലോ, അത് റിസർച്ച് ചെയ്തുകൊണ്ടുകൊണ്ടിരിക്കുന്നത്. എടാ, അങ്ങനെ അല്ലെങ്കിലും ആണെന്നല്ലേ പറയാവൂ. അപ്പോൾ ഈ ശ്യാംകുമാറിൻ്റെ മനസ്സിരിക്കുന്നത് എന്താ? വികലമായ ജാതി ചിന്ത. അല്ലെങ്കിൽ അങ്ങനെ പറയുമോ പുള്ളിക്കാരൻ? ഇനി ഇവിടുത്തെ മുന്നോക്ക സമുദായക്കാരും മറ്റുള്ളവരും ഖണ്ഡിച്ചുകൊണ്ട് വരുമ്പോഴും നമ്മുടെ ആളുകളാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനല്ലേ ശ്യാംകുമാർ ശ്രമിക്കേണ്ടത്. നമ്മുടെ ആളുകളാണ് വേദം എഴുതിയത് എന്ന് പറയുന്നതിന് പകരം മറ്റ് മുന്നോക്കക്കാരടക്കമുള്ള ആളുകൾ പറയുന്നു വേദം എഴുതിയത് നിങ്ങളെ ആളുകളാണെന്ന്. അപ്പം പിന്നോക്കക്കാരിലൊരുത്ത എഴുതിയെന്ന്, ഒരു പഠിച്ചവരുത്ത എഴുതിയെന്ന് പറയുന്നു, അല്ല ഞങ്ങൾ ആളുകളല്ല എന്ന് പറഞ്ഞ് ആരെ സംരക്ഷിക്കാൻ? കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, ജാതിസ്പർദ്ധ വർദ്ധിപ്പിക്കാൻ, മതസ്പർദ്ധ വർദ്ധിപ്പിക്കാൻ, അതിലൂടെ കയ്യടി കിട്ടാൻ, അതിലൂടെ കുറച്ച് വേദികൾ കിട്ടാൻ, അതിലൂടെ കുറച്ച് പുസ്തകം വിറ്റുപോകുമെന്ന് നോക്കാൻ. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് കുംഭമേളയിലേക്ക് പോകുന്ന ആളുകൾ ഒരാളെപ്പോലും ജാതിയും മതവും മാറ്റുന്ന പരിപാടി അവിടെ നടക്കുന്നില്ല. ആകപ്പാടെ ഹിന്ദുമതത്തിൽ നടക്കുന്ന എന്താണ്? ഹിന്ദുമതത്തിൽ നിന്ന് മാറിപ്പോയ ആളുകൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഓക്കെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ 64 കോടി പേർ പങ്കെടുത്തു എന്ന് പറയുന്നത് കള്ളക്കണക്കാണ്. യോഗിക്ക് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ വലിയ വിമർശനമാണ്. യോഗിക്ക് കണക്ക് കിട്ടാൻ കണക്കുണ്ടല്ലോ, പല രൂപത്തിൽ കണക്കെടുക്കാൻ പറ്റുമല്ലോ. ഒരു കണക്കെടുക്കുന്നതിന് രൂപമുണ്ടല്ലോ. ഇപ്പം ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്ത് കിട്ടി? ഗിന്നസ് റെക്കോർഡ് കിട്ടി. തല എണ്ണി നോക്കാൻ പറ്റും, പക്ഷെ കല്ലെണ്ണി നോക്കാൻ പറ്റും. ഇത്ര കല്ലവിടെ വന്നു എന്നുള്ളതിനെ കണക്കെടുക്കാൻ പറ്റും. ചുടുകല്ല് ഇത്ര കൊടുത്തു എന്നുള്ള കണക്കൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഓരോ പ്രദേശത്ത് എത്ര ആളുകൾ നിൽക്കുന്നു അതൊക്കെ കണക്കെടുക്കാൻ പറ്റുമെന്നേ. കപ്പാസിറ്റിയൊക്കെ എടുക്കാൻ പറ്റും. ഇത് 15 കിലോമീറ്റർ ദൂരമാണ്, നദിയാണ്, ഫ്ലോയിങ് പീപ്പിളാണ്, അമ്പലമല്ല. അവിടെ വന്നാൽ തിക്നെസ് ഇല്ല, നമ്മൾ കണ്ടല്ലോ, തിക്കിത്തിരക്കില്ല. കാര്യം പോകുന്നു, അമ്പലത്തിൽ പോകും, അല്ല പിന്നെ നദിയിൽ പോകുന്നു, തൊഴുന്നു, അല്ല സ്നാനം ചെയ്യുന്നു, അതങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ ഫ്ലോട്ടിങ് പീപ്പിളാണ് അവിടെ. അതാണ് 10-66 കോടി. ഇന്ന് 66 എന്നുള്ള 60 കോടി എന്ന് വെച്ചു, 6 കോടി കളഞ്ഞോ, എന്തേ കുഴപ്പം? 60 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറാണോ? അപ്പോൾ അതല്ല ശ്രീജിത്ത് ഇതിൻ്റെ വിഷയം. നമുക്കിഷ്ടമില്ലാത്തതിനൊക്കെ എവിടെ കൊണ്ട് കെട്ടും? എതിർത്താൽ കുഴപ്പമില്ല, എവിടെ കൊണ്ട് കെട്ടും? ആദ്യം സംഘി അല്ലെങ്കിൽ ഹിന്ദുത്വ, ഇത് രണ്ടും പറ്റിയില്ലേ BJP. ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ അങ്ങ് അറുമാദിക്കും. ഞാൻ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ 66 കോടി ആളുകൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ, പോട്ടെ 6 കോടി ആളുകളവിടെ പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം BJPക്കാരല്ല. നമ്മളത് മനസ്സിലാക്കണം. അവരെല്ലാം RSSകാരല്ല. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ എത്ര പേര് പോയി? അവരെല്ലാം BJPക്കാരാണോ? അവർ പക്ഷെ അവരെയും കൂടി BJP RSS ആക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഭാരതത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചത് അമ്പല കമ്മിറ്റിയിലൊക്കെ കയറാനാണ്. ഈ ആത്മീയത എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഭാരതത്തിലെ ആത്മീയതയുടെ വേരുകളെ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് പോകാനേ പറ്റില്ല. ഇവിടെ 2000 വർഷമായിട്ട് അടി കിട്ടി, ആക്രമണം കിട്ടി, ഒന്നും സംഭവിച്ചില്ല ശ്രീത്തെ. 700 വർഷം പിന്നെ എന്താണ് മുസ്ലിങ്ങൾ വന്ന് ഭരിച്ചു, വല്ലതും സംഭവിച്ചു? എത്ര അമ്പലങ്ങളാണ് പൊളിച്ചത്? ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല.
മതസ്പർദ്ധ ഉണ്ടാവും, വർഗീയവാദി. വർഗീയ സ്പർദ്ധ ഉണ്ടാവും. എത്ര അമ്പലങ്ങളാണ് പൊളിച്ചത്? എന്നിട്ട് ഇവിടെ ആളുകളെ മാറ്റാൻ പറ്റിയോ? ക്രിസ്ത്യാനികൾ എന്തെല്ലാം ബൈബിൾ കൊണ്ടുവന്നു, പുസ്തകങ്ങൾ കൊടുത്തു, ആശുപത്രി തുടങ്ങി, കുഷ്ഠരോഗാശുപത്രി തുടങ്ങി, സ്കൂൾ തുടങ്ങി, പള്ളിക്കൂടങ്ങൾ തുടങ്ങി, വസ്ത്രം, ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി, വസ്ത്രം കൊടുത്തു, എന്തെല്ലാം കൊടുത്തു. എന്നിട്ട് മാറ്റാൻ പറ്റിയോ ഹിന്ദുക്കളെ? അതാണ് ഇന്ത്യയുടെ ആത്മീയത. വളരെ ആഴത്തിൽ വേര് പിടിച്ചത്. പട്ടിണി കിടന്നിട്ട് അവർ മാറിയോ? അവർ ജനാധിപത്യവാദികളാണ്, അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നവരാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പിലാക്കി, അവർ തോപ്പിച്ചില്ലേ? ഇനി ഞാൻ വേറെ ആംഗിളിൽ പറയട്ടെ. ഇപ്പം അയോധ്യയിൽ രാമക്ഷേത്രം പണിതു, സ്വാഭാവികമായിട്ട് യോഗിക്ക് അവിടെ വോട്ട് കിട്ടണ്ടേ? കിട്ടിയില്ലല്ലോ. മൂന്നാമത്തെ മോഡിയുടെ ഭരണത്തിൽ ആൻറ്റി ഇൻകംബൻസ് കുറവായിരുന്നല്ലോ, അഴിമതി പോലുള്ള ഒരു കാര്യമില്ലായിരുന്നല്ലോ. എന്നിട്ടും രാജ്യത്ത് എന്തുകൊണ്ട് അവർക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടിയില്ല? യു പി പോലുള്ള സ്ഥലത്ത് പോയതുകൊണ്ടല്ലേ. അയോധ്യയിൽ തന്നെ അയോധ്യ പരാജയപ്പെട്ടില്ലേ? ഇവർ പറഞ്ഞ ഹിന്ദുത്വവും മറ്റു കാര്യങ്ങളും ആത്മീയതയും കൊണ്ടത് രാഷ്ട്രീയമാക്കി മറിക്കുകയാണെങ്കിൽ വോട്ട് കിട്ടുകയല്ലേ വേണ്ടത്? അങ്ങനൊന്നും അല്ല ഭാരതത്തിലെ ഹിന്ദുക്കൾ ചിന്തിക്കുന്നത്. ഞാൻ വീണ്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും, കോൺഗ്രസ് എന്നല്ല, കോൺഗ്രസ് തന്നെ പറഞ്ഞു, കോൺഗ്രസ്സുകാരോടും ബി ജെ പിക്കാരോടും ആർ എസ് എസ്സുകാരോടും പിന്നെ യുക്തിവാദികളോടും ശാസ്ത്രപ്രചാരകരോടും സകല പേരോടും പറയുന്നു, നിങ്ങൾ ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്? ഇന്ത്യൻ ഹിന്ദുക്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ ജനാധിപത്യവാദികളാണ്, അവർ ആത്മീയവാദികളാണ്, അവർക്ക് സത്യവും ധർമ്മവും ഒക്കെ തിരിച്ചറിയാം. പട്ടിണി കിടന്നാലും അറിയാം, വളരെ കൃത്യമായിട്ട് അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. അവർ ആരെയെല്ലാം എടുത്ത് കളഞ്ഞു, ഭരണകൂടങ്ങളെ അവർ വലിച്ചു കളഞ്ഞു. ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ എവിടെ? ഓരോരുത്തരങ്ങൾ നോക്കൂ, അവർ എടുത്ത് മുകളിൽ വയ്ക്കുമ്പോൾ തന്നെ എടുത്ത് ദൂരക്കളയും. അതാണ് ഇന്ത്യൻ്റെ ഹിന്ദുക്കൾ. അവരാരെയും ഉൾക്കൊള്ളും. ഏത് ധർമ്മക്കാരും വരും. മുസ്ലിങ്ങൾ വന്നു, സന്തോഷം. ഹിന്ദുക്കൾ വന്നു, ക്രിസ്ത്യാനികൾ വന്നു, സന്തോഷം. കുറച്ച് പേര് സിഖ് മതത്തിലേക്ക് പോയി, സന്തോഷം. കുറച്ച് പേര് ബുദ്ധമതത്തിലേക്ക് പോയി, അടിച്ചു കൊന്നോ. കുറച്ച് പേര് ജൈനന്മാരായി പോയി. കുറച്ച് പേര് ശൈവ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു, കുറച്ച് പേര് വൈഷ്ണവ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു, കുറച്ച് പേർ ആദിപരാശക്തിയിൽ വിശ്വസിക്കുന്നു, കുറച്ച് പേർ ദേവീ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നു, കുറച്ച് പേർ ചാർവാഹകന്മാരോ ഒന്നിലും വിശ്വസിക്കുന്നില്ല. ഇവിടെ വല്ലതും സംഭവിക്കുന്നു. ഇത് വല്ലാത്ത മണ്ണാണെന്നേ, വല്ലാത്ത മണ്ണാണ്, വല്ലാത്ത ഇടമാണ്. ഇവിടെ നൂറുകണക്കിന് ഭാഷ. കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തെ ഭാഷയല്ലല്ലോ വടക്കോട്ട് പോയാൽ, കൊച്ചു കേരളത്തിൽ പോലും രാജ്യം നൂറുകണക്കിന് ഭാഷ, വേഷം, വിധാനം, ആചാരം, അനുഷ്ഠാനം, കല, എല്ലാം വ്യത്യാസമുണ്ട്. ഹൈറാർക്കി ഉണ്ടെന്നേ. കഴിഞ്ഞ ദിവസം നമ്മുടെ രാധാകൃഷ്ണൻ ഉണ്ടല്ലോ, മന്ത്രി രാധാകൃഷ്ണൻ, പഴയ മന്ത്രി, ഇപ്പോഴത്തെ MP, അദ്ദേഹം പറഞ്ഞായിരുന്നേ, ഈ ദളിതന്മാരുടെ ഇടയിൽ ബ്രാഹ്മണന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട്. ദളിതൻ ഈ മറ്റ് സമുദായങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ജാതികളിലുള്ള പോലെ ഹൈറാർക്കി എവിടെയുണ്ട്? ദളിതന്മാരെല്ലാം ഉണ്ട്. അവിടെ ഏതോ ഒരു യോഗത്തിന് മന്ത്രി എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഈ ദളിതന്മാരുടെ ബ്രാഹ്മണ സമൂഹം എന്നറിയപ്പെടുന്ന, ഉയർന്ന ജാതി എന്നറിയപ്പെടുന്നവർ ആരെ കയറ്റിയില്ല, ഇദ്ദേഹത്തിനെ കയറ്റിയില്ല. പിന്നെ മന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറ്റിയത്. ഇതുണ്ട് ഇവിടെ. ഈ ജാതി വ്യവസ്ഥയും ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഉള്ളപ്പോഴും ഇവിടെ ഹിന്ദു വിശ്വാസം, സനാതന ബോധവും ഹിന്ദു ബോധവും, അതായത് ഭാരതത്തിൻ്റെ ഒരു ബോധമുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ദേശീയ ബോധമുണ്ട് ഇവിടെ. ഒരു ആത്മീയതയാണത്, വല്ലാത്ത ആത്മീയതയാണ്. അത് ഋഷി പരമ്പര, ഉപനിഷത്ത്, വേദം, വിശ്വാസം, ആത്മീയത, അമ്പലം, ക്ഷേത്രം എല്ലാമായി ചേർന്ന് കിടക്കുന്നതാണ്. അത് നമുക്ക് ഏതിലാണ് ചേർന്നിരിക്കണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളരെ സങ്കീർണമാണ്, എന്നാൽ വളരെ ലളിതമാണ്. അവരെങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മതപരിവർത്തനമൊന്നും അവിടെ നടക്കില്ല. പക്ഷേ ഇഷ്ടമുള്ളവർ എന്ത് ചെയ്യും? ഇതിലൊക്കെ ആകർഷണമാവുന്നവർ ഇതിൽ ചേർന്നെന്നിരിക്കും. എത്രയോ പേര് വിദേശത്തെ ആളുകൾ വന്ന് സന്യാസിമാരായി ചേരുന്നു. വിദേശ രാജ്യത്തൊക്കെ ജനിച്ചിട്ട് എത്രയോ പേര് വന്ന് ഇവിടെ സന്യാസിനിമാരാവുന്നു. എല്ലാ മഠമെടുത്താലും, ഇവിടെ ഏത് മഠമെടുത്താലും അല്ലെങ്കിൽ ഏത് ആശ്രമം എടുത്താലും കുറേ വിദേശികൾ കാണും. അവരെല്ലാം ഹിന്ദുക്കളാണോ? ഒന്നുമല്ല. ഇതൊരു ധർമ്മമാണ്, ഒരു ചിന്തയാണ്. ഇഷ്ടമുള്ളവർക്ക് വരാം, ഇഷ്ടമുള്ളപ്പോൾ മാറിപ്പോവുകയും ചെയ്യാം. നാസ്തികനാവാം, പിന്നെ നാസ്തികനാവാം, എന്തുകൊണ്ടാവാം. വലിയ സ്വാതന്ത്ര്യം നൽകുന്ന, എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്ന, ജനാധിപത്യം നൽകുന്ന വിശാലമായ ഒരു പൂങ്കാവനമാണ് ഭാരതത്തിൻ്റെ ആത്മീയത. അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ കുറ്റം പറഞ്ഞ് ഓരോ കാര്യത്തോട് തള്ളിപ്പറയുകയല്ല വേണ്ടത്. ടൂറിസ്റ്റ് സാധ്യത ഉണ്ടായിരുന്നു അവിടെ, വലിയ ടൂറിസ്റ്റ് സാധ്യത ഉണ്ടായിരുന്നു കേരളത്തിനൊക്കെ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള ടൂറിസ്റ്റ് സാധ്യത ഉണ്ടായിരുന്നു. നമ്മൾ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ, നമ്മൾ ഒരു ബാനറെങ്കിലും വെച്ചിരുന്നെങ്കിൽ. നമ്മൾ ചെയ്തില്ലല്ലോ. നമ്മൾ അതിന് പകരം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതിനെ രാഷ്ട്രീയമാക്കി, ചാണകമായി, സംഖ്യയായി, അതായി ഇതായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടുപിടിച്ചിട്ട് നമ്മൾ മിടുക്കന്മാരാന്ന് പറയും. എങ്ങും എത്തുന്നതല്ല. അത് സമൂഹം എടുക്കത്തില്ല.